ഞാൻ ചിത്രകാരനാണ്. ചിത്രകാരൻ ഞങ്ങളുടെ കുലത്തൊഴിൽ ചിത്രകലി ചുമ്മാ ഉള്ള റോഡിൽ ബോർഡൊന്നും എഴുതുമല്ല, എണ്ണച്ചയത്രങ്ങൾ വരയ്ക്കുന്ന തൊഴിലാണ്. ദൈവത്തെ ശ്രമിച്ച് എൻ്റെ പിതാവ് തന്നെ ഒരു 3000-ലധികം എണ്ണച്ചയത്രം വരച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മക്കുള്ളിൽ 5 വർഷം പഠിച്ചത്. ഞാൻ തന്നെ ഒരു 600 എണ്ണച്ചയത്രം വരച്ചു. എനിക്കൊരു ഷാജി, ആർട്ടിസ്റ്റ് ഷാജി എങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു ലേബലിൽ ഞാൻ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ 2000 സുവിശേഷം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എത്ര പേരും പെരുമ എനിക്കുണ്ടെങ്കിലും എൻ്റെ ആത്മാവ് ഏറ്റവും വിലയേറിയതാണ്. ഞാനായിരിക്കുന്നിടത്ത് പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ലാണ്. ദൈവഭയമുള്ളൊരു ഭവനം തന്നെയായിരുന്നു. ദൈവത്തെ സ്തുതിച്ചാട്ട്. പക്ഷേ എൻ്റെ രക്ഷയെന്തി, എൻ്റെ ആത്മാവിന്റെ രക്ഷയെന്തി? ദൈവത്തെ സ്തുതിച്ച് പുത്രനിലൂടെ നീതി എന്തി? മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. എന്തോ മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി അവർ പുറപ്പെടുത്തപ്പോൾ, അവർ തെറ്റ് ചെയ്തപ്പോൾ അഗ്നിസർപ്പത്തെ ദൈവം അയച്ചവരെ കടിക്കുകയാണ്. അഗ്നിസർപ്പം കടിക്കുമ്പോൾ അതിന്റെ മാരകമായ വിഷം ഇവരിലേക്ക് വന്നിട്ട് ഇവരെല്ലാം മരിക്കുകയാണ്. പെട്ടെന്ന് ഇന്റർസെസറായ മീഡിയേറ്ററായ മോശ കമന്നു കൊണ്ടിട്ട് പറഞ്ഞു, ദൈവമേ ഒരു പരിഹാര മാർഗം. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ സർപ്പത്തെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്ന പരിപാടിയില്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വെക്കുക. ദൈവത്തെ ഒന്ന് മോത്തപ്പെടുത്തിക്ക്. അതിൽ നോക്കുന്നവൻ ജീവിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാ. പല അച്ചായന്മാരും പലരും ചിന്തിച്ച് പോട്ട് കടി കൊണ്ടത് പോരാ, ഇനി അങ്ങോട്ടും നോക്കാത്ത കുഴപ്പമേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ചിലർ ആ കടി കൊണ്ട് ആ മുറിവിൽ കരം വെച്ചിട്ട് അവര് മുകളിലേക്ക് നോക്കി അത് യേശുവിന്റെ ക്രൂശിനെ പ്രനാദം ചെയ്യും. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, നിന്റെ ശാപങ്ങൾ മാറുകയാണ്. ഒരിക്കൽ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, പെട്ടെന്ന് പിതാവ് മരിക്കുന്നു, ഒത്തിരി അകാല മൃത്യു നടക്കുന്നു. എന്താണ് ദേവദാസ ഇതിന്റെ പരിഹാരം? ഞാൻ എവിടൊക്കെ തുടങ്ങണം? എൻ്റെ ക്രിയകൾ എവിടെ നിന്ന് ഞാൻ തുടങ്ങണം? അങ്ങനെ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് കേരളത്തിലുള്ള ഇവിടവേളയിൽ ഏത് പുണ്യസ്ഥലങ്ങളും ഏത് സ്ഥലത്തും ഞാൻ പോകാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, നീ എങ്ങും പോകണ്ട. രാമൻ പറഞ്ഞു, നീ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ടൊന്ന് വന്നാൽ മതി. ദൈവത്തെ ശ്രമിച്ചേ, നീ ആ ക്രൂശിന്റെ ചുവട്ടിലോട്ടൊന്ന് വന്നാൽ മതി. ആ പിതൃ സർപ്പത്തെ അവിടെ നോക്കിയ പോലെ നീ അങ്ങോട്ട് നോക്കിയാൽ മതി. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ പറയട്ടെ, അന്ന് അവന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു. ഇന്ന് രാത്രിയിൽ ആമേൻ അതേ കർത്താവ് ഇന്ന് വിളിച്ചു പറയുക. അതുകൊണ്ട് വചനം പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയി. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് രാത്രി ഞാൻ എന്തായിരിക്കുന്നറിയോ? ഇന്ന് ഏതെങ്കിലും ബന്ധനങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സൗഖ്യത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ റെഡി ആയിക്കോളും. ധൈര്യമുണ്ട് ദൈവമക്കളെ പറയാൻ. വെറും കഥയല്ല പറയുന്നത്. ഇന്ന് രാത്രിയിലും ഏത് വിഷയങ്ങളാണെങ്കിലും പരിഹരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങളടിച്ച് മുഖങ്ങളെ പൊട്ടിക്കുന്ന സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാകും. ഈ ദേശത്ത് ധാരാളം സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്നും പേരായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒത്തിരി വിടുതലുകൾ നടന്ന സ്ഥലം ഞാനല്ല, ഷാജിപ്പാഷ്ടല്ല ചെയ്ത്. എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം തന്റെ പുത്രനെ തന്നെങ്കിൽ ഇന്ന് രാത്രി എന്നെ വിളിച്ചു പറയുകയാണ്, നിന്റെ പാപം നിന്നെ നിത്യ നരകത്തിലേക്ക്, നിത്യശാപത്തിലേക്ക്, നിത്യരോഗത്തിലേക്ക് നിന്നെ അടിമപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാനല്ല ശത്രു വരുമ്പോൾ ഞാൻ വന്നത് ജീവനെ തരാനാ. I came you may have life as abundantly. ഞാൻ വന്നത് സമൃദ്ധമായ ജീവൻ. ഞാൻ എപ്പോഴും ചോദിക്കും, ഈ സമൃദ്ധമായ ജീവൻ എന്തോ? ഇപ്പൊ ഞാൻ ഒരാളെ കാണാൻ പറയാം, ആ പുള്ളിയിലെ ഒത്തിരി സമൃദ്ധമായ ജീവൻ. എന്താ സമൃദ്ധമായ ജീവൻ? അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ തീരത്തില്ലെന്ന്, നിത്യത വരെ, കോടാനുകോടി വർഷം. ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. വേദപുസ്തകം പറയുന്ന 60, 70, ഏറെയാൽ 80. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖം അത്രേ. വേഗം നമ്മൾ തീർന്നു പോകും, വേഗം നമ്മൾ പറന്നു പോകും. പക്ഷെ നിത്യം ആ രാജ്യത്തിൽ മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത യേശുവിനോട് കോടാനുകോടി വർഷം ജീവിക്കുന്ന, അതിനാ വചനം പറയുന്നത്, അതിന് യാതൊരു വിലയും കൊടുക്കണ്ട. യേശു അതിന്റെ വില മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു ആന്റി വളരെ ഭാരപ്പെട്ടപ്പോൾ ഇങ്ങനെ അവിടെ ഒരു ആഗ്രഹമാണ്, നല്ലൊരു വിദ്യാഭ്യാസം കുഞ്ഞിന് കൊടുക്കണം. അവളിങ്ങനെ ദൈവത്തോട് എന്നും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. രാമയും പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ സ്കൂളിൽ പഠിക്കണം. അപ്പൊ ദൈവം പറഞ്ഞു, നീ സ്കൂളിലോട്ട് ചെല്ലേ. ഇവിടെ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു അഡ്മിഷൻ എടുക്കണേ വലിയ തുക വേണം. ദൈവത്തെ ശ്രമിച്ച്
കുഞ്ഞുങ്ങൾ നമുക്കറിയാം, നല്ല പഠിക്കാനോടുള്ള താല്പര്യവും അല്പം ബുദ്ധിയും കുറച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. അതിനെ മാതാപിതാക്കൾ വലിയ താല്പര്യവും നല്ല സ്കൂളിൽ വിടാൻ ദൈവത്തെ സ്തുതിച്ച്. അപ്പൊ ഈ സ്കൂളിൽ കിട്ടി കുഞ്ഞിനെ കൊണ്ട് ഇരുമ്പോ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ അവളോട് പറഞ്ഞു, നീ ചെല്ലാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ നിന്നോട് ഈ പ്രാർത്ഥനയ്ക്ക് വരാനേ പറഞ്ഞിട്ടുള്ളൂ പരിശുദ്ധാത്മാവ്. പക്ഷെ ബാക്കി ചെയ്യുന്നത് അവന്റെ പദ്ധതിയാ. ഏറ്റെടുത്തു. ഹല്ലേലൂയ. ബാക്കി ദൈവമാ ചെയ്യുന്നത്, മനുഷ്യനല്ല. ഇവള് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിനെ പഠിപ്പിക്കണം, എനിക്ക് ഞങ്ങൾക്ക് മറ്റേ നിവൃത്തിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പേരെന്നതാ, ഞാൻ നോക്കട്ടെ. പെട്ടെന്ന് മോണിറ്റർ തിരിച്ചു പുള്ളിക്കാരൻ നോക്കിട്ട് പറഞ്ഞു, നിങ്ങളുടെ 2 വർഷത്തെ പേയ്മെന്റ് ആരും അടച്ചല്ലോ. ഒരാമയും പറഞ്ഞു. കർത്താവ് പോകാനേ പറഞ്ഞുള്ളൂ. ഇന്ന് നീ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ വ്യക്തമായി പറയുന്നു, സാത്താന്റെ അവകാശങ്ങൾ, ശരീരത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന കെട്ടുകളെ, ബന്ധനങ്ങളെ ഇന്ന് രാത്രി കർത്താവ് അഭിഷേകത്തിൽ അഴിക്കും, നുകങ്ങളെ അഴിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? കാരണം വചനത്തിന് അത്ര പവറാ. അവൻ യാഗമായി ക്രൂശിൽ നിന്ന് വരാമായിരുന്നു. ദൈവത്തെ ശ്രമിച്ചാട്ട്. യേശുവിന് ക്രൂശിൽ നിന്ന് വരാം. നീ ദൈവപുത്രനാന്ന് ഇറങ്ങി പോ. പറ്റത്തില്ലായിരുന്നു. അത്ര ഒരു കാര്യം എടുത്ത് പറ. പറ്റുമായിരുന്നു കർത്താവിന്. ദൈവത്തെ ശ്രമിച്ച് പിലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. കർത്താവിനെ ശ്രമിച്ച് വിട്ടയക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട്. പക്ഷെ മിണ്ടാതെ അതുവരെ നിന്ന കർത്താവ് പറഞ്ഞു, മുകളിൽ നിന്ന് അധികാരം ലഭിച്ചില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ച്. അതേ കർത്താവിന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു. നിങ്ങളെയും എന്നെയും കണ്ടപ്പോൾ ആ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടി. കാരണം ഒരു അകൃത്യയാഗം കയ്യാഭാവ് പ്രവചിച്ച പോലെ സകല മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒരാൾ യാഗമായ മതിയാവും. ആ സ്നേഹമാണ് ദൈവമക്കളെ ഇന്ന് രാത്രി നിങ്ങളോട് പറയുക. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പന്റെ ഭവനത്തിൽ നിന്ന് നന്മകളെല്ലാം വാങ്ങി ദൂരെ പോയ മകനെ വചനം പറയുന്നു, അവൻ പോയി മുഴുവൻ നശിപ്പിച്ചു. യഹൂദന്റെ നിയമം അനുസരിച്ച് മൂത്ത മകനല്ലാതെ ഇളയ മകന് അവകാശങ്ങൾ ചോദിക്കാൻ റൈറ്റ് ഇല്ല. ദൈവത്തെ ശ്രദ്ധിച്ചേ, അത് ചോദിക്കാൻ റൈറ്റ് ഇല്ല. അപ്പൻ തക്ക സമയത്ത് ഈ മക്കൾക്ക് വിഭാഗിച്ചു കൊടുക്കുക. ഈ അമ്മമാരൊക്കെ നല്ല അമ്മച്ചിമാരൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. സത്യതയ്ക്ക് നമുക്കൊരു ഗ്രൗണ്ടുകൾ തന്നെ വേണം. കാരണം ചർച്ചിലൊക്കെ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി ദൈവത്തിന് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാധ്യതയുടെ ദൈവത്തെ കരങ്ങൾ വീശി ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. നിന്റെയും എന്റെയും പാപ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. വേറെ പരിഹാരമില്ല. ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി വരാമായിരുന്നു. എന്താ ഇറങ്ങി വരാഞ്ഞ്? സ്നേഹം. എല്ലാം പറഞ്ഞ സ്നേഹമാണ്. കരം വീശി പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ യാഗമാണ് നിന്നെയും എന്നെയും വീണ്ടെടുത്ത്. ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, യേശു മരിച്ചു കഴിഞ്ഞ് അടക്കി കഴിഞ്ഞപ്പോൾ സാത്താന്യ ദൂതന്മാര് മുഴുവൻ പറഞ്ഞു കാണും, നേരടാ സൗഖ്യദായകനെ കിട്ടി, വിടുവിക്കുന്നവൻ വന്നു, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവൻ വന്നു. ദൈവത്തെ സ്തുതിച്ചേ. പക്ഷെ വചനം പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. 3-ാം നാൾ പ്രഭാതത്തിൽ ഒരാമയും പറഞ്ഞേ, കർത്താവ് കല്ലറകളെ പൊളിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, അതാ നമുക്ക് വന്നിരിക്കുന്ന ഉറപ്പ്. പൗലോസ് പറയുക, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് നമുക്ക് ആ ഉറപ്പ് തന്നിരിക്കുക. ഒരാമയും പറഞ്ഞ്, നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ സൈൻ ഇട്ടുകൊണ്ട് കാര്യമില്ല, സീല് വേണം. ഞാൻ ഒരിക്കലും 3-4 കൗണ്ടർ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ അതിന് മെയിൻ ആള്, ഇതെന്തിയ സീല്? ആ സീലാണ് പുത്രനെ ഉയർത്തിയത്. ധൈര്യത്തോടെ ഇന്ന് രാത്രി കൃപാസനത്തിനടുത്തേക്ക് അപ്പാ പിതാവേ എന്ന് പറഞ്ഞ് കയറി ചെല്ലാനുള്ള യോഗ്യതയാണ് യേശു ക്രിസ്തുവിന് ലഭിച്ചത്. എന്താണ് ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ അടിമുതൽ കയറി? ആർക്കെങ്കിലും പറയോ? താഴെ നിന്നുള്ള കയറിയത് ഇത്ര 45 വീതി തന്നെ ഉണ്ടെന്ന് പറയാം. കുതിരകളെ കുറിച്ച് ഭയങ്കര തേര് വെച്ചാണ് കെട്ടുന്നതല്ലേ. ഇതെങ്ങനെ മുകളിൽ നിന്ന് കയറിയത്? ദൂരെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് അഗ്രചർമ്മികളാണ്, ഞങ്ങൾ യോഗ്യതയില്ലാത്തവരെ നിൽക്കാനല്ല, ധൈര്യത്തോടെ come to the throne of grace boldly that you may obtain mercy to help time of need. യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് പുത്രത്വം തരികയാണ്. രാമൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ നിങ്ങളെ വിടുവിക്കുക മാത്രമല്ല, മക്കളുടെ അവകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഒരു ജയിൽ ശിക്ഷയൊക്കെ നടക്കുന്ന ഒരാള് നമുക്കറിയാം, അവരെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരെ ജോലി ചെയ്ത്, നമുക്കറിയാം ജയിലിലൊക്കെ ജോലികളുണ്ട്, എന്തെങ്കിലും കൊടുത്ത് അതിൻ്റെ ഒരു
ചെറിയ അവർക്ക് അതിൻ്റെതായ പ്രതിഫലം കൊടുത്ത് അവരെ വിടും. പക്ഷെ ഇവിടെ അതല്ല. നീ ചെയ്ത തെറ്റുകളെല്ലാം കർത്താവ് മറക്കുകയാണ്. ആ സ്ത്രീയോട് ചോദിച്ചു, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവ്, ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല. എന്നിട്ട് ന്യായപ്രമാണം കല്ലും കൊണ്ട് നിൽക്കുക, ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല. കുളക്കരയിൽ എഴുന്നേറ്റ മനുഷ്യനോട് പറഞ്ഞു, അധികം തിന്മയായത് ഭയപ്പാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. ദൈവത്തെ ശ്രമിച്ച് ഇത്രയും വലിയ സ്നേഹം നമുക്ക് വേണ്ടി ഒരുക്കി തന്നപ്പോൾ, ദൈവരാജ്യം നമുക്ക് ഒരുക്കി തന്നപ്പോൾ, പുത്രനെ നമുക്ക് തന്നപ്പോൾ, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ, ഗ്രാമീൺ പറഞ്ഞു, ഈ സ്നേഹം ഇന്ന് രാത്രി ചോദിക്കുക. നീ അലഞ്ഞെതിരിഞ്ഞ് നടക്കേണ്ട ആളല്ല, നിന്റെ പിതാവിനെ തപ്പി നടക്കേണ്ട ആളല്ല, നീ ആയിരിക്കുന്ന ദൈവസാന്നിധ്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഈ ഗ്രാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ഗ്രാമത്തെ, ഈ പനച്ചക്കുഴി, ഈ ഗ്രാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഒരു വെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ കർത്താവിന്റെ വെളിച്ചം ഈ സ്ഥലത്ത് വ്യാപരിക്കുകയാണ്. ഇരുളിനിയും നിന്റെ മേൽ അവകാശമില്ല. എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്കൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു മാനേജരുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നിങ്ങളെ വിളിച്ചു, അല്ലെ നിങ്ങളുടെ ഒരു കുഞ്ഞിന്റെ കാരണം അദ്ദേഹത്തെ വിളിച്ചു, പക്ഷെ നിങ്ങൾക്കൊരു ആക്സിഡന്റ് വരുമ്പോൾ ക്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ഗ്രാമീൺ പറഞ്ഞു, അത് നിങ്ങൾ ചേർന്ന് നിങ്ങൾ പ്രീമിയം അടച്ച് ക്ലെയിം ചെയ്യണം. എല്ലാവർക്കും യേശുവിനെ അറിയാം. ചിലർക്ക് യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ചിലർക്ക് ഇന്ന ആൾക്കാരുടെ ദൈവങ്ങളോ അല്ല. സകല മാനവജാതിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സകല ഗോത്രത്തിൽ നിന്നും പാംശങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും രക്തം കൊടുത്ത് വലയ്ക്കുവാൻ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആ ദൈവം ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുക. ആരെങ്കിലും ഹൃദയം കൊടുക്കാനുണ്ടോ? ദൈവത്തെ സ്തുതിച്ച്. അത് ദൈവ ഓഫർ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നിത്യരാജ്യം, മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത. ദൈവത്തെ സ്തുതിച്ചാട്ട്. അവനിലേക്ക് വരുമ്പോൾ ദൈവം നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. വചനം ഇങ്ങനെ പറയുന്നത്, ഐ ഗിവ് യു മൈ പീസ് നോട്ട് ആസ് വേൾഡ് ഗിവ്സ്. ലോകം തരുന്ന സമാധാനം അല്ല ഞാൻ നിങ്ങൾക്ക് തരും. രാമൻ പറഞ്ഞോട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. കർത്താവ് ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ രാജാവിനെ അറസ്റ്റ് ചെയ്ത് അവർ രാജാവിനെ കൊന്നെന്ന് കണ്ടപ്പോൾ ഇവര് ശിഷ്യന്മാരെല്ലാം കൂടെ ഭയപ്പെട്ടൊരു മുറിക്കാതിരിക്കുക. ഞാനൊരു ചിത്രകാരനായിട്ട് കണ്ട് ഞങ്ങൾക്ക് ഈ ഡോറൊക്കെ എനിക്കറിയാം. യഹൂദന്റെ ആ ഡോറ്, ആ സെയ്യന്മാരുടെയൊക്കെ വലിയ വലുപ്പമുള്ള, വലിയ കനമുള്ള, വളരെ ഉറപ്പുള്ള, അതിന്റെ നടുവിലൊരു പേടിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോൾ 3 ദിവസം മുമ്പ് അടക്കിയ കർത്താവ് രാമ്യം പറഞ്ഞ് അവരുടെ നടുവിൽ വന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. അവർ അത്ഭുതപ്പെട്ടു പോയി. അവര് പറഞ്ഞു, ഭൂതം ഭൂതം. കർത്താവ് ഭൂതമല്ല, ഭൂതത്തിന് അസ്ഥിയും മാംസവും ഞാൻ തൊട്ടു നോക്ക്. ഈ കർത്താവിന് പരിമിതികൾക്കപ്പുറത്തെ ദൈവം പ്രവർത്തിക്കും. രാമ്യം പറഞ്ഞു. കരങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ഏത് രോഗബന്ധനങ്ങളും, ഞാൻ മെഡിക്കൽ സയൻസ് ഒന്നും ഞങ്ങൾ എതിരല്ല, പക്ഷെ അസാധ്യം എന്ന് പറഞ്ഞ് തള്ളിവിട്ട വിഷയത്തെ ദൈവം കൊണ്ടുവരാൻ പറയും. ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് യേശുവിന് വേണ്ടത് പൊട്ടിയതിനെയും തകർന്നതിനെയുമാണ്. ചുങ്കക്കാരുടെയും പാപികളുടെയും ഭക്ഷണം കഴിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും ഭക്ഷണം കഴിക്കുന്നു. കർത്താവ് പറഞ്ഞ മറുപടി, ദീനക്കാർക്കാണ് വൈദ്യനെ ആവശ്യം. ഇന്ന് രാത്രി നിങ്ങളെ കുറ്റപ്പെടുത്താനല്ലേ മീറ്റിംഗ് വെച്ചിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഭവനങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, അത് യേശു ഇന്ന് പെന്തക്കോസ്ത് ഉപദേശം പറയാനല്ലേ ഇവിടെ മീറ്റിംഗ് വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയും ഹൃദയങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവം, അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം. കരമെടുത്ത് നന്ദി പറഞ്ഞാട്ട്. ഏത് സാഹചര്യങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവം. ഈ ദൈവം പറഞ്ഞേക്കും, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയോ ഉപേക്ഷിക്കും. എല്ലാവരും ദിവസം എഴുന്നേറ്റ്